എവിടെയാണ് നമ്മുടെ വായനയുള്ളത് എന്നതിൽ ഒരു തീരുമാനമെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. ഗൗരവതരമായ വായനകളിലേക്ക് ഒരു ചുവട് വെക്കാനുള്ള അവസരമാണ് ഇത്തരം ഫെസ്റ്റുകൾ. നമുക്ക് എഴുതി തുടങ്ങാനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട, ആലോചനകൾ നടക്കേണ്ടതാണ് ഇത്തരം ഫെസ്റ്റുകളുടെ സന്ദർഭങ്ങൾ. നിങ്ങളൊക്കെ വായിക്കുന്നവരാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മലയാളത്തിലെ പ്രശസ്തമായ സാഹിത്യ പുസ്തകങ്ങൾ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ചില അസ്വസ്ഥതകൾക്ക് ഉത്തരം കണ്ടെത്താനാണ് നമ്മൾ എഴുത്തുകാരാവേണ്ടത്. അതിനുകൂടിയാണ് സാഹിത്യവും കലയും ഒക്കെ നമുക്കറിയാവുന്നതുപോലെ മനുഷ്യരെയാണല്ലോ പ്രതിനിധാനം ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ പ്രമേയങ്ങളായി വന്നിട്ടുള്ളത് മനുഷ്യരെക്കുറിച്ചാണ്. മനുഷ്യരെക്കുറിച്ച്, അവരുടെ പട്ടിണിയെക്കുറിച്ച്, വയറിനെക്കുറിച്ച്, അവരുടെ രക്തത്തെക്കുറിച്ച്, പോരാട്ടങ്ങളെക്കുറിച്ച്, ഇങ്ങനെയുള്ള വലിയ പ്രമേയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിലെ പുതിയ കാലത്തെ മാധവിക്കുട്ടി എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു എഴുത്തുകാരിയാണ് KR മീര. നിങ്ങളൊക്കെ KR മീരയുടെ പുസ്തകം ഒന്നെങ്കിലും വായിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാനിങ്ങനെ പറഞ്ഞു, ഓരോ പുസ്തകങ്ങളൊക്കെ പറഞ്ഞു പോകുന്നത് നമുക്ക് വായിക്കാൻ വേണ്ടി കൂടിയാണ്. അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിയില്ല എന്ന ബോധ്യം നിങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി കൂടിയാണ് കേട്ടോ. ഞാൻ വായിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. KR മീരയുടെ പുസ്തകങ്ങളിലൂടെ നമുക്കിങ്ങനെ പോകുമ്പോൾ അവിടെ മതനീരാസത്തിന്റെ ആശയങ്ങളെ കാണാൻ കഴിയും. ആരാച്ചാറാണെങ്കിലും അതേപോലെ കരിനീലയാണെങ്കിലും നേത്രോന്മീലനമാണെങ്കിലും മീരയുടെ മീരാസാധു ആണെങ്കിലും സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിലും, ഇങ്ങനെ മീരയുടെ പുസ്തകങ്ങളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പം പുതിയ കാലത്തെ ലിബറൽ ചിന്താഗതികൾ ഇന്നുയർത്തുന്ന ആശയങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് KR മീര അവരുടെ പുസ്തകങ്ങളിലൂടെ ഉന്നയിച്ച് നമുക്ക് കാണാൻ കഴിയും. ആ പുസ്തകങ്ങളിലൂടെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലയിൽ ചില അസ്വസ്ഥതകൾ രൂപപ്പെടും. ആ അസ്വസ്ഥതകളെ ആരാണ് പരിഹരിക്കുക? ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ വൈക്കം മുഹമ്മദ് ബഷീർ നമുക്കൊക്കെ ഇഷ്ടമാണ്. ബഷീറിന്റെ കൃതികൾ വായിക്കാൻ നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലെ? ബഷീറിന്റെ പുസ്തകങ്ങൾ ഒന്നെങ്കിലും വായിച്ചില്ലേ? പാത്തുമ്മയുടെ ആട് വായിച്ചില്ലെങ്കിൽ SLC പരീക്ഷ പാസ്സാവില്ല എന്നുള്ളത് കൊണ്ട് അല്ലെ? ഇപ്പൊ അത് ഇല്ല എന്നാണ് തോന്നുന്നത്. നമ്മുടെയൊക്കെ കാലത്ത് നിർബന്ധമായും പാത്തുമ്മയുടെ ആട് വായിച്ചില്ലെങ്കിൽ മലയാള സെക്കൻഡ് പൊട്ടും. അതുകൊണ്ട് അത് വായിച്ചിട്ടുണ്ട് എന്നാണ്. ബഷീറിന്റെ ആ സരസവും സരളവുമായ ശൈലി മലയാള ഭാഷക്ക് ഭാഷാശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് MT വിമർശിക്കുമ്പോഴും നമുക്ക് അതിന്റെ അപ്പുറത്ത് നിർത്താൻ കഴിയുന്ന ഒരാളാണ് ഈ വൈക്കം മുഹമ്മദ് ബഷീർ. MTയുടെ പ്രസ്താവനകൾ വലിയ വിവാദമായിരുന്നല്ലോ. പുതിയ കാലത്തെ രചനകളുടെ ഭാഷാശുദ്ധി നഷ്ടപ്പെട്ടു, ഭാഷ നഷ്ടപ്പെട്ടു എന്ന് MT വിമർശിക്കുമ്പോഴും പാത്തുമ്മയുടെ ആട് പെറ്റിടും എന്ന് പറയാൻ അത് വൈക്കം മുഹമ്മദ് ബഷീറിന് മാത്രമേ നമ്മൾ അനുവാദം കൊടുത്തിട്ടുള്ളൂ. ആ ബഷീറിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മുഹൂർത്തങ്ങൾ നമുക്ക് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ആയി മറ്റൊക്കെ കാണാൻ കഴിയും. ആ ബഷീറിനോട് അക്ബർ കക്കട്ടിലാണെന്ന് തോന്നുന്നു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ എഴുത്തുകാരനായത് എന്ന്. അതിന് ബഷീർ പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഞാൻ വായിച്ചിരുന്ന പുസ്തകങ്ങളിലെ നീച കഥാപാത്രങ്ങളെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ ബഷീർ വായിച്ചിരുന്ന കഥകളിലെ, നോവലുകളിലെ ഒക്കെ നീച കഥാപാത്രങ്ങൾ, അത് തകഴിയുടെയും ഒക്കെ പുസ്തകങ്ങൾ, കഥകൾ നമുക്ക് എടുത്തു നോക്കിയാൽ അതിൽ കൊള്ളക്കാരും അക്രമികളും നീചരുമൊക്കെ ആയിരുന്ന കഥാപാത്രങ്ങൾക്ക് ഉള്ള പേരുകൾ പലതും മുസ്ലിങ്ങളായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പം ബഷീറിന്റെ ഉള്ളിൽ ഒരു എഴുത്തുകാരനാവണമെന്ന ചിന്ത തോന്നിയത് അദ്ദേഹം വായിച്ച കൃതികളിൽ മുസ്ലിങ്ങളെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനെ നീച കഥാപാത്രങ്ങളായി അവതരിപ്പിക്കപ്പെട്ടത് എന്ന തോന്നലിൽ നിന്നാണ്. ബഷീർ ഇങ്ങനെ സ്വയം വിചാരപ്പെടുകയാണ്, ഞാൻ എൻ്റെ ജീവിത പരിസരത്ത് കാണുന്ന മുസ്ലിങ്ങളൊന്നും അങ്ങനെ അല്ലല്ലോ. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ എൻ്റെ അയൽക്കാർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ നാട്ടുകാർ, ഈ നാട്ടുകാരൊക്കെ ഏറെ സ്നേഹമുള്ളവരാണ്. ഇപ്പൊ മലപ്പുറത്തെ കുറിച്ചാണ് നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേസുകളുള്ളത്, ക്രിമിനലുകളുള്ളത് മലപ്പുറമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. ആ ശ്രമങ്ങളെയൊക്കെ ചെറുത്തു തോൽപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഈ മലപ്പുറത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പം തന്നെ മലപ്പുറത്തിന്റെ സൗഹൃദവും മലപ്പുറത്തിന്റെ സ്നേഹവും മലപ്പുറത്തിന്റെ പാരസ്പര്യവും ഒക്കെ ലോകത്തിന് തന്നെ മാതൃകയാണെന്നിരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ മലപ്പുറത്ത് അങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉത്തരവേ ഉള്ളൂ, മലപ്പുറത്ത് 90% മുസ്ലിങ്ങളാണ് എന്നുള്ളത് കൊണ്ട്. അങ്ങനെ ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല, ആ ജില്ലയിലെ അവിടുത്തെ ഈ സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ കാരണം അവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. അപ്പൊ ബഷീർ ആലോചിക്കുകയാണ്, അങ്ങനെ ഒരു നാട്ടിൽ മുസ്ലിങ്ങൾ ഏറ്റവും സവിശേഷമായ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ എന്ന നിലയിൽ അങ്ങനെ വരാൻ വഴിയില്ല. അതിനെ സത്യസന്ധമായ കലാപ്രവർത്തനത്തിലൂടെ പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് ബഷീർ തീരുമാനിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനൊരു എഴുത്തുകാരനായത് എന്ന്, ഞാൻ എഴുതണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് വൈക്കം മുഹമ്മദ് ബഷീർ പറയുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ തിരിച്ചു വരാം. ഞാൻ ഈ മീരയുടെ പുസ്തകങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചത്, ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന ഒരു അസ്വസ്ഥത, ബഷീറിനുണ്ടായ ഒരു അസ്വസ്ഥത, അത് നമുക്കും ഉണ്ടാവണം. നമ്മുടെ പുസ്തകങ്ങൾ, നമ്മുടെ രചനകൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. നേരത്തെ ഞാൻ വന്ന സമയത്ത് ബഹുമാനപ്പെട്ട സാറ് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ പുതിയ കാലത്തെ കലാ സാഹിത്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണ്. ഡാബ്സി അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ. ഈ പേര് പറഞ്ഞ് ഈ സദസ്സും അങ്ങനെ മലിനമാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഡാബ്സിയുടെ ഒരു ഇന്റർവ്യൂ ഒരു ഓൺലൈൻ മാധ്യമത്തിന് ഡാബ്സി കൊടുത്ത ഇന്റർവ്യൂ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ ഡാബ്സിയുടെ പാട്ട് കേൾക്കാത്തവരുണ്ടോ അതിൽ? പുസ്തകന്മാരോടുള്ളതുകൊണ്ട് നിങ്ങൾ കേട്ടില്ല എന്ന് പറയും. കേൾക്കേണ്ടതുമില്ല, കേൾക്കേണ്ടതുമല്ല. ഒരു കുട്ടി ഒരു ഇന്റർവ്യൂവിൽ ഈ ഡാബ്സി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വായിക്കാറൊന്നുമില്ല, അങ്ങനെയുള്ള ശീലമൊന്നും എനിക്ക് ഇല്ല, പാട്ട് കേട്ടാലും അറിയാം വായിക്കാറില്ല എന്നുള്ളത്. പക്ഷെ എനിക്കിങ്ങനെ വരും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു പാട്ടുകാരനാവണമെങ്കിൽ അങ്ങനെ വായിക്കേണ്ടതൊന്നുമില്ല എന്നുള്ള ഒരു ധാരണയിലേക്ക് പുതിയ കാലത്തെ സംഗീതജ്ഞരെത്തുന്നതിന്റെ പിന്നിൽ ഉള്ളത് എന്തിനാണ് അവർ പാടുന്നത് എന്ന ബോധ്യമില്ലാത്തത് കൊണ്ടുകൂടിയാണ്. എന്തുകൊണ്ടാണ് ഒരു പാട്ടുണ്ടാകുന്നത്? എന്തിനാണ് ഒരു പാട്ട് പാടുന്നത്? എന്തിനാണ് ഒരു രചനയുണ്ടാകുന്നത്? ഒരു കവിത എന്തിനാണ് ചൊല്ലുന്നത്? ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഇതിന്റെ പ്രമേയം എന്താണ്? അതുകൊണ്ടാണ് ദീം തരികിടതവും എന്ന് പറഞ്ഞാൽ, അല്ലേ, നമ്മുടെ പിന്നെ ഗൗരി ലക്ഷ്മിയുടെ ഒരു ഒരു പെണ്ണ്, അല്ലേ, വരികൾ ഓർമ്മയില്ല, എനിക്ക് വയസ്സ് 8, അല്ലേ? പാട്ട് എന്ന് പറയുന്ന ഒരു സാധനം, ഒരു സൃഷ്ടി. പുതിയ കാലത്ത് എന്തിനാണ് ഒരു പാട്ട് ഉണ്ടാക്കണം എന്ന് ചോദിച്ചാൽ അതിനൊരു 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 1 മില്യൺ ഫോളോവേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു 2 മില്യൺ ഫോളോവേഴ്സ്. ഇതിന്റെ അപ്പുറത്തേക്ക് പിന്നെ എന്താ? മന്ദാകിനി. നിങ്ങൾ ഈ പുതിയ കാലത്തെ സാധനങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. മന്ദാകിനി എന്തിനാണ്? എന്താണ് ഇതിന്റെ ആശയതലങ്ങളെന്ന് നമ്മളിങ്ങനെ ഒന്ന് ആലോചിച്ചാൽ, എന്താണ് ഈ ഇത്തരം സംഗീതങ്ങൾ സമൂഹത്തിന് എന്താണ് നൽകുന്നത്? സമൂഹത്തിനല്ല, ഈ പാടുന്ന ആളുകൾക്ക് നൽകുന്ന വികാരം എന്താണെന്നുള്ളതിനെ കുറിച്ചെങ്കിലും ഒന്ന് അവരറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ്. ഈ സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന രചനകൾ, സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയുന്ന സാഹിത്യങ്ങളെയാണ് നമുക്ക് നിർമ്മിച്ചെടുക്കേണ്ടത്.
പാബ്ലോ നെരൂദോ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ടാണ് പൂക്കളെക്കുറിച്ച് കവിതകൾ എഴുതാത്തത്? എൻ്റെ നാട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് കവിതകൾ എഴുതാത്തത്? പ്രേമങ്ങളെക്കുറിച്ചും കാമങ്ങളെക്കുറിച്ചും ഞാൻ എന്തുകൊണ്ടാണ് കവിതകൾ എഴുതാത്തത്? അങ്ങനെ എന്നോട് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാട്ടിലെ മനുഷ്യ രക്തമൊഴുകുന്ന ചാലുകൾ കാണൂ എന്നാണ്. രക്തച്ചാലുകൾ കാണൂ എന്ന് നെരൂദോ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന, ഈ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പച്ചയായ പ്രശ്നങ്ങളെ തന്നെ സംബോധന ചെയ്യാൻ, അവരെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ തന്നെ എനിക്ക് സമയമില്ല. പിന്നെയാണോ ഞാൻ ഇങ്ങനെ പ്രേമത്തെക്കുറിച്ചും പൂക്കളെക്കുറിച്ചും കവിത എഴുതി നടക്കുന്നത് എന്ന് നെരൂദോ ചോദിക്കുന്നുണ്ട്. നമ്മുടെ എഴുത്തുകളുടെ പ്രമേയം എന്താണ് എന്ന് ആലോചിച്ചുകൊണ്ടാവണം നമ്മൾ കവിതകളും പാട്ടുകളും നമ്മുടെ പ്രഭാഷണങ്ങളും എഴുത്തുകളൊക്കെ ഉണ്ടാവേണ്ടത്. ആ പ്രമേയം തിരഞ്ഞെടുക്കുന്നതിൽ വരുന്ന വീഴ്ചകളാണ് നമ്മുടെ കലാസാഹിത്യ പ്രവർത്തനങ്ങളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്. അത് വഴിമാറി ഒഴുകുക എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ ഒരു സംഗതി ഉണ്ടാകുന്നത് എന്തിനാണ് ഈ സംഗതി എന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടാണ്. ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ പാവപ്പെട്ടവരെ കുറിച്ച്, അരികുവൽക്കരിക്കപ്പെട്ടവരെ കുറിച്ച്, പ്രശ്നം അനുഭവിക്കുന്നവരെ കുറിച്ച് ഉള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്തമാണ് ഓരോ രചനകളും നിർവഹിക്കേണ്ടത്. ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ ഭീതിജനകമായ പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ ദിനേന പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. ഇസ്രായേലും മറ്റു അറബ് രാജ്യങ്ങളൊക്കെ തമ്മിൽ, ഫലസ്തീനുമൊക്കെയായി വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സമരം. ഫലസ്തീനിന്റെ മണ്ണിൽ 300 കുട്ടികൾ മരിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആന്തൽ എന്താണ്? നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരം എന്താണ്? ഇന്ന് 300 കുട്ടികൾ മരിച്ചു എന്ന് കേൾക്കുന്നു. നാളത്തെ പത്രത്തിൽ വീണ്ടും നമ്മൾ 500 കുട്ടികൾ മരിച്ചത്രയെന്ന് കേൾക്കുന്നു. ഈ മരണവാർത്തകളെയെല്ലാം എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരനാണ് മരിച്ചത് എന്ന വികാരത്തോടു കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനസ്സ് പാകപ്പെടുത്തുകയാണ് നമ്മുടെ രചനകൾ, കലകൾ, സാഹിത്യം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഇങ്ങനെ തെരുവിൽ മരിച്ചു വീഴുന്ന ഓരോ മനുഷ്യരുകളും ഓരോ നമ്പറുകളല്ല എന്ന് നമ്മൾ പറയുകയാണ്. ഇതൊന്നും നമ്പറുകളല്ല, ഇതൊക്കെ ഓരോ മനുഷ്യരാണ്, ഇതൊക്കെ എൻ്റെ വീട്ടിലുള്ള ഓരോ മനുഷ്യരാണ് എന്ന് നമ്മുടെ ഉള്ളിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ നമ്മുടെ കലാപ്രവർത്തനങ്ങളിൽ കഴിയുമ്പോഴാണ് അത് അർത്ഥപൂർണമാവുകയും. അങ്ങനെയുള്ള കലാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, സാമൂഹികമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെയെല്ലാം നമുക്ക് തരണം ചെയ്യാൻ കഴിയും. സ്ത്രീകളില്ലാത്ത വേദിയിൽ സംസാരിക്കണ്ട എന്നൊരാൾ തീരുമാനിച്ച അയാൾ സംസാരിക്കണ്ട, നമ്മൾ നയം മാറ്റൂല, അല്ലെ? മീമ് ചർച്ചയാണ്. നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ഒരു സംവാദത്തിന്റെ സാധ്യത നമ്മുടെ മുന്നിലുണ്ട്. കേരള സാഹിത്യോത്സവിൽ സുഭാഷ് ചന്ദ്രന്റെ സംസാരം എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സുഭാഷ് ചന്ദ്രൻ അങ്ങനെ പറയാനും നമ്മുടെ വേദിയിൽ തന്നെ അങ്ങനെ പറയാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്. അത് ജനാധിപത്യപരമായ അവകാശമാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞ് എന്നതുകൊണ്ട് നമ്മുടെ ആദർശം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞാലും നമ്മൾ മാറില്ല എന്ന് നമ്മൾ ഉറക്കെ പറയുകയാണ്. അതാണ് ശരിയെന്ന് അദ്ദേഹത്തോട് സംവദിക്കാൻ നമുക്കൊരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ലിയനാർഡോ ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും വിഖ്യാതമായ ചില രചനകൾ, അന്നത്തെ കാലത്ത് ആ സാമൂഹിക പരിസരത്തേറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒട്ടേറെ രചനകൾ, ആ രചനകൾക്കെതിരെ വലിയ വിമർശം വന്ന സമയത്ത് ലിയനാർഡോ ഡാവിഞ്ചി പറയുന്നുണ്ട്, ഞാൻ വരച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾക്കെൻ്റെ കൈവെട്ടാം, അപ്പൊ ഞാൻ എൻ്റെ കാല് കൊണ്ട് വരയ്ക്കും, നിങ്ങൾക്ക് എൻ്റെ കാല് വെട്ടാം, ഞാൻ എൻ്റെ നാക്ക് കൊണ്ട് വരയ്ക്കും, എന്നാലും ഞാൻ വരച്ചുകൊണ്ടേയിരിക്കുമെന്ന് ഡാവിഞ്ചി പറയുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ആദർശം, നമ്മുടെ ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള രചനകൾ, അതിനെതിരെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് നടത്താൻ കഴിയണം. ഞാനിങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ദഅ്വാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണല്ലോ. ഈ ദഅ്വാ രംഗത്ത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് കൂടി നമ്മുടെ സാഹിത്യ പ്രവർത്തനം, നമ്മുടെ കലാപ്രവർത്തനം, അതിലുള്ള നമ്മുടെ എൻഗേജ്മെന്റും ഇൻവോൾവ്മെന്റും കൂടുതൽ സഹായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രശസ്തനായ ഗ്രീക്ക് എഴുത്തുകാരൻ യൂദാ ഇസ്കരിയയുടെ ഒരു കഥയുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ. അദ്ദേഹം ഗ്രീസിലെ ഒരു മനോഹരമായ കത്തീഡ്രലിന്റെ ചുമരിൽ ആ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു ചിത്രകാരനോട് യേശു ക്രിസ്തുവിന്റെ ജീവിതം ആലേഖനം ചെയ്യാൻ വേണ്ടി, വരച്ചിടാൻ വേണ്ടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഗ്രീസിലെ ഒരു വലിയ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ചർച്ച്, ആ ചർച്ചിന്റെ ചുമരുകളിൽ ഇങ്ങനെ യേശു ക്രിസ്തുവിന്റെ ജീവിതം മുതൽ മരണം വരെ ഇങ്ങനെ വരച്ചിടാൻ വേണ്ടി ഒരു ചിത്രകാരനോട് ആ കത്തീഡ്രലിന്റെ അധികാരികൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പ്രവൃത്തി ഇങ്ങനെ തുടർന്നു. അദ്ദേഹത്തിന് യേശു ക്രിസ്തുവിന്റെ ചിത്രം വരക്കാൻ, അതുപോലെ ആകാര സൗഷ്ഠവമുള്ള മുഖ ആകൃതിയുള്ള ഒരു ആളെ വേണം യേശുക്രിസ്തുവിന്റെ കുട്ടിക്കാലം വരയ്ക്കാൻ വേണ്ടി. അദ്ദേഹം ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ തെരുവിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു നല്ല സുമുഖനായ ഒരു കുട്ടിയെ കാണുന്നുണ്ട്. ആ കുട്ടിയുടെ കണ്ണുകൾക്ക് നല്ല വെള്ളാരക്കല്ലിന്റെ നിറമാണ്, നല്ല മനോഹരമായ, നല്ല മുടി ഒതുക്കിയിട്ടുള്ള, നല്ല വെളുത്ത കളറിലുള്ള നല്ലൊരു കുട്ടി. അദ്ദേഹം ആ കുട്ടിയെയും കൂട്ടി കത്തീഡ്രലിലേക്ക് വരികയാണ്. ആ കുട്ടിയെ നോക്കി അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ചിത്രം ഇങ്ങനെ വരച്ചു തുടങ്ങി. ആ ചിത്രം പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ചിത്രരചന ഇങ്ങനെ വർഷങ്ങളെടുത്തു. ജീവിതം മുഴുവൻ ആവിഷ്കരിക്കണമല്ലോ, കത്തീഡ്രലിന്റെ മുഴുവൻ ചുവരുകളും വരച്ചു തീർക്കണം. അദ്ദേഹത്തിന്റെ വര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ, ജീസസ് ക്രൈസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ജൂദാസ് ഒറ്റിക്കൊടുക്കുന്ന രംഗം, അല്ലെ? ജൂദാസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നികൃഷ്ടനായ ഒരു മനുഷ്യനാവണമല്ലോ. ഈ ചിത്രകാരന് ജൂദാസിനെയും കൂടി വരക്കണം. അപ്പൊ നേരത്തെ യേശുക്രിസ്തുവിനെ വരക്കാൻ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇയാൾ എന്ത് ചെയ്തു? ജൂദാസിനെ വരക്കാനുള്ള ഒരു മോഡലിനെ അന്വേഷിച്ച് ഇങ്ങനെ തിരഞ്ഞു. കുറെ കാലങ്ങൾ അദ്ദേഹം അലഞ്ഞു, അദ്ദേഹത്തിന് കിട്ടിയില്ല. വർഷങ്ങൾ ഈ ജൂദാസ് ഇങ്ങനെ പൂർത്തിയാവാതെ ആ കത്തീഡ്രലിന്റെ ചുമരിൽ ഇങ്ങനെ ബാക്കിയായി. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ നിരാശനായി ഇങ്ങനെ ഒരു സത്രത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പം ഒരു മുഴുകുടിയനായ, വസ്ത്രങ്ങളൊക്കെ കീറിപ്പറഞ്ഞ് ആകെ കരുവാളിച്ച് ജടകുത്തിയ ഒരു മനുഷ്യനിങ്ങനെ ആ സത്രത്തിന്റെ തൂണിൽ ചാരി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇയാൾക്ക് ഇത് കണക്റ്റായി, ഈ ജൂദാസിനെ വരക്കാൻ പറ്റിയ ആളാണ്. അങ്ങനെ എന്ത് ചെയ്തു? ഈ കള്ളുകുടിയനായ ഈ മനുഷ്യനെയും കൊണ്ട് ഈ ചിത്രകാരൻ ഇങ്ങനെ കത്തീഡ്രലിലേക്ക് കൊണ്ടുവന്നു. ഈ കത്തീഡ്രലിലേക്ക് ഇങ്ങനെ കയറി ഈ കള്ളുകുടിയനായ മനുഷ്യൻ ഈ വരച്ച ചിത്രങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞു എന്നാണ്. അപ്പൊ ഈ ചിത്രകാരൻ ചോദിച്ചു, അല്ല, എന്താണ് നിങ്ങൾ കരയാൻ കാരണം? അപ്പൊ ഇയാൾ തിരിച്ചു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇന്ന ഓർമ്മ ഉണ്ടോ? ഞാനാണ് നിങ്ങളെ യേശുക്രിസ്തു ആ കുട്ടിക്കാലം വരക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യല്ലേ, അത് ഞാനാണ് എന്ന് അദ്ദേഹം പറയാം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സാമൂഹിക പരിതസ്ഥിതിയിൽ ഈ ശ്രേഷ്ഠരായി ജീവിക്കുന്ന മനുഷ്യർ മുഴുവൻ എത്ര പെട്ടെന്നാണ് കാബാലികരാവ്, ജീസസ് ക്രൈസ്റ്റ് എത്ര പെട്ടെന്നാണ് ജൂദാസായി മാറുന്നത് എന്നാണ്. നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ ഇങ്ങനെ അനേകായിരം വിദ്യാർത്ഥികളുണ്ട്, അനേകായിരം മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്ക് വിളക്കാവുക എന്നതാണ് നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട ഈ കാലത്തെ ദൗത്യം. ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ
അവിടെ കൂടിയ ഒരു ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബാക്കളെ ചൂണ്ടി മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ വിശുദ്ധമായ മതത്തിന്റെ പ്രചാരണം ഏറ്റെടുത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കണം. അത് അവിടെ കൂടിയ മനുഷ്യരോട് പറഞ്ഞു പോയതല്ല, അവസാന കാലം വരെ ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികളോടുമുള്ള മുത്തുനബിയുടെ ആഹ്വാനമാണ്, നിങ്ങൾ ഈ ദീനിന്റെ പ്രചാരകരായി മാറണം എന്ന്. ആ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സർഗാത്മകമായ ഇടപെടലായി നമ്മുടെയൊക്കെ പ്രവർത്തനം മാറണം. സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഈ ഇന്ത്യയിലെ ഫാസിസ്റ്റ് സർക്കാർ ഏറ്റവും ക്രൂരമായ നിലപാടുകളുമായി മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെയൊക്കെ ഇടയിലുള്ള ചില സംഘടനകൾ സായുധമായ പോരാട്ടമാണ് എന്ന് പറഞ്ഞാൽ, ആയുധമെടുത്തുള്ള പോരാട്ടമാണ് ഇന്ത്യയുടെ മോചനത്തിന് ഇനി മോചനം സാധ്യമാകൂ എന്നിങ്ങനെ അവകാശപ്പെട്ട ചില മതരാഷ്ട്രവാദ സംഘടനകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. പക്ഷേ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വിജയത്തോളം പോകുന്നൊരു മുന്നേറ്റം നമ്മുടെ രാജ്യത്ത് ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണിക്കുണ്ടായി എന്നുള്ള. ഏതെങ്കിലും സായുധ സമരം നടന്നതിന്റെ ഫലമായിട്ടാണോ അങ്ങനെ ഉണ്ടായത്? അല്ല, സർഗാത്മകമായ ഇടപെടലായിരുന്നു. SSF അടക്കമുള്ള നമ്മുടെ പ്രസ്ഥാനം അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ച നിലപാടുകളെല്ലാം സർഗാത്മകമായിരുന്നു. ഈ ധ്രുവറാത്തിയുടെ ഒക്കെ വീഡിയോ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എത്ര മനോഹരമായിട്ടാണ് ഓരോ പ്രശ്നങ്ങളെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ, ധ്രുവറാത്തി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹിന്ദിയുടെ ഹൃദയഭൂമിയിൽ തീർത്ത ഒരു സർഗാത്മകമായ ഇടപെടലിന്റെ ഫലമായി ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരിലേക്ക് ജനാധിപത്യത്തിന്റെ മഹത്തായ സന്ദേശങ്ങളെ കൈമാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരൊറ്റ മനുഷ്യന്റെ സർഗാത്മകമായ ഇടപെടലാണ്. അങ്ങനെയുള്ള ഓരോ മനുഷ്യരുമാണ് നമ്മളെല്ലാവരും. നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ധ്രുവറാത്തിമാരാവാൻ കഴിയും. ആയിരക്കണക്കിന് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയും. അവരുടെ മനസ്സിലേക്ക് ഈ ആത്മീയമായ ചൈതന്യങ്ങൾ, ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ, മതേതരത്വത്തിന്റെ പരിശുദ്ധമായ പാവനമായ എല്ലാ ആവിഷ്കാരങ്ങളെയും നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയും. ആ നിലയിൽ നമ്മുടെ ജീവിതവും നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ കലാപ്രവർത്തനങ്ങളും നമ്മുടെ സാംസ്കാരിക ഇടപെടലുകളും ഒക്കെ മാറണം എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ച് എല്ലാവരും ദുആ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.